കൊടുത്താ കൊല്ലത്തും കിട്ടും. കൊടുത്താ കൊല്ലത്തും കിട്ടും. രാജേഷ് അടിമാലി. രാജേഷ് അടിമാലി. ഏത് അടിമാലിയാ? ബിനു അടിമാലി. അടിമാലിയൊക്കെ നാട്ടുകാർ സഹിക്കൂ? ഒരാള് പോരെ? ഇല്ല, ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. ഏത് അടിമാലി? ഷൈജു അടി എൻ്റെ പോന്നെ 3 അടിമാലിയോ? കണ്ടൊക്കെയാണ് ഞാനിങ്ങനെ മൂത്താശാരിയാണോ? ആറിഞ്ഞിട്ടൊരു വീതിയുള്ള ഫോൺ വേണം, പറയാൻ പറ്റുള്ളൂ. ഹലോ ഹലോ. ബിനുചേട്ടന് സ്കിറ്റ് കളിക്കുന്ന ശബ്ദമല്ല, അല്ലാണ്ട് നോർമലായിട്ട് സംസാരിക്കണേ. എടാ കൊച്ചേ ബിനേഷേ, പരിപാടി കളിക്കടാ, നീ എന്നാണ് ഈ കാണിക്കണേ? പരിപാടി കളിക്കേ, സ്റ്റേജല്ലേ ദൈവം, അത് കളിച്ചാലല്ലേ കേറുള്ളൂ, അല്ലാണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് ബിനു എങ്ങനെയാ പറയുന്നത് സാധാരണ? ഇത് ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കൊരു ഡൗട്ട്. മര്യാദക്ക് സംസാരിക്കണം, മാറ്റി പറയരുത്, മാറ്റി പറയരുത്. എടാ ബിനേഷേ, ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? എന്നെക്കാളും കഴിവുള്ളതാണ് എൻ്റെ ചേട്ടനും അനിയനും. അവർ പാട്ട് ഇവരൊന്നിച്ച ഗാനമേള ഒക്കെ ചെയ്യുന്ന ആളുകളാ. മടിയെന്നേ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, എടാ ബിനേഷേ, മടി പിടിച്ച് നടക്കാതെ സ്റ്റേജിൽ കയറി പാട്ട് പാടറാ. ദൈവം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. പൃഥ്വിരാജിന്റെ മൊയ്തീൻ. എടി, ഈ പുഴയുടെ കരപിടിച്ച് നടന്ന അങ്ങ് അറബിക്കടല. അത് ഈ കടവത്ത് ഏത് തോണിക്കാരൻ എങ്ങനെ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. സായിബുണ്ടാക്കിയൊന്നും മൊയ്തീന് വേണ്ട. ബല്യമ്പറ പൊറ്റാറ്റ മണ്ണോ പൊന്നോ മൊയ്തീൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കട്ടിലിൻ്റെ ഒരറ്റം എൻ്റെ ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ വാപ്പാന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് സൗബിൻ ബഷീറിന്റെ പുതിയ സൗബിനായിട്ട് വന്ന സൗബിൻ ബഷീർ എല്ലാ സിനിമയിലുണ്ട്. മഹേഷേട്ട ദൈവമുണ്ട് മഹേഷേട്ട, എന്നെ മറ്റോടത്തോടെ തന്നെ ബേബിച്ചേട്ടാ ഡിങ്കോൾഫി അല്ലേ? സോണിയ മുത്തൽ ബേബിച്ചേട്ടാ ആർട്ടിസ്റ്റ് ബേബി ഇത്രയ്ക്ക് ചീപ്പാണോ? മനസ്സിൽ ഒരുപാട് കുഷ്ടം വെച്ചിട്ട് എത്ര ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല ബേബിച്ചേട്ടാ ഡിങ്കോൾഫി അല്ലേ?